ഇത് നല്ല ചൂട് ചോറിലേക്ക് നല്ല പട്ടുചീര, ഒരിക്കൽ പോലും കീടനാശിനി ഉപയോഗിക്കാത്ത നല്ല പട്ടുചീര തോരൻ കൂട്ടിയുള്ള ചോറുണ്ണുകയാണ്. ഇതൊരിക്കലും നടക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ചീരകൃഷിയൊക്കെ ഞാൻ ഉപേക്ഷിച്ചതാണ്. കാരണം വിഷം അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വിൽക്കും, കീടങ്ങൾ വന്ന് കൊണ്ടുപോകും. അത് തന്നെ. അപ്പം വളരെ നിഷ്പ്രയാസം ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു. അതാണ് ആർക്കും പരീക്ഷിക്കാവുന്ന ഒന്നുള്ളത്. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ചീര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ചീര മാത്രമല്ല, എല്ലാ പച്ചക്കറിക്കും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതെങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പം നമുക്ക് നോക്കാം. പയർ നിറച്ച് പുഴുവല്ല, നിറച്ച് ഇത് കണ്ടില്ലേ മുട്ട. ഇത് ഞാൻ കംപ്ലീറ്റ് മാറ്റി കളഞ്ഞതായിരുന്നു. അപ്പോൾ ഒരാഴ്ച 1.5 ആഴ്ചയോളമായി ഇത് അടിച്ചു കൊടുക്കാതെ ആയിട്ട്. ഒരാഴ്ച കൂടുമ്പോൾ ഇതൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അടുത്ത് വരില്ല. അപ്പം ഈ പറഞ്ഞ സാധനം ഞാൻ പീച്ചിലയിൽ അടിച്ചു കൊടുത്തു. പീച്ചിൽ കുറച്ച് നാളായി ഉണ്ടായി കിടക്കുന്നു. അതിൽ ഒരു 10-50 കായ്കൾ കാപ്പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു 10 പോലും പിടിക്കില്ല. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാൻ ഇതങ്ങ് അടിച്ചു കൊടുത്തു. ഇതടിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന കായ്കളിൽ ഒരു 3/4 ഭാഗത്തോളം തന്നെ ഇങ്ങനെ കായായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാനിത് പ്രത്യേകിച്ച് പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു പന്തലാണ്, വല കെട്ടിയതാണ്. അപ്പം അതിലെല്ലാം കയറി കിടപ്പുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു അബിയും നിൽപ്പുണ്ട്, അതിലൊക്കെ കയറി കിടപ്പുണ്ട്. ഇതിങ്ങനെ വീശി വരുന്നുണ്ട്. അവിടെ എല്ലാം കായ്കൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കാതപ്പി ഞാൻ നടക്കുവാണ്. ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് പോലെ ഈ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ഇത് പടർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ കായ്കൾ ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷേ പീച്ചിലെന്ന് വെച്ചാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണല്ലോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് വലിയ പീച്ചിൽ പറിക്കുന്നത്. അത് ഇതേ തന്നെയായിരുന്നു. ഇപ്പം ഒരുപാട് അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും എനിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റിയില്ല. വളത്തിൻ്റെയൊക്കെ കുറവായിരിക്കും. വലിപ്പം അങ്ങനെ വെച്ചില്ല. എങ്കിലും ഞാൻ ഇനി പറിക്കാൻ പോവുകയാണ്. ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. ഒരു 50 പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു 25 കായായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെ വരുന്നത്. പൂക്കളെല്ലാം ഈച്ചകളൊന്നും കുത്തുന്നില്ല. അപ്പം പൂക്കളും നന്നായിട്ടുണ്ടാവുന്നുണ്ട്. അതെല്ലാം കായായിട്ട് മാറുന്നുമുണ്ട്. ഇഷ്ടം പോലെ കായ ഉണ്ടാവുന്നുണ്ട്. തോരൻ വയ്ക്കാൻ നല്ലതാണ്. പീച്ചിൽ വെച്ച് കഞ്ഞി വയ്ക്കാൻ നല്ലതാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കറി ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. പിന്നെ കൊളസ്ട്രോൾ, ഷുഗർ അതുപോലുള്ള എല്ലാവിധ ജീവിതശൈലി രോഗങ്ങൾക്കും പരിഹാരമാണ് പീച്ചിൽ. എത്ര ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. അതായത് നല്ല വെയിറ്റ് ലോസിനും വളരെ നല്ലതാണിത്. പിന്നെ പീച്ചിലിൻ്റെ ഉപയോഗം അകാലനര തടയുന്നു. ടെറസിൻ്റെ മുകളിൽ നിന്ന പയറാണ്. ഇതിനെല്ലാം ഞാനിത് അടിച്ചു കൊടുത്തിരുന്നു. അതോടുകൂടി ഈ പൂക്കളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ പഴുത്ത് നിൽക്കുന്നതിൻ്റെ കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റിയിട്ടില്ല, ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചതാണ്. എന്തായാലും ചുവടൊന്നും ഉണങ്ങിയിട്ടില്ല. കായൊക്കെ പറിക്കാൻ മൂത്ത് നിൽക്കുകയാണ്. ഇപ്പം നിന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഗ്രോ ബാഗ് നിറച്ച് കരിയിലയിട്ടായിരുന്നു. നന്നായിട്ട് കരിയിലയിട്ട് നിറച്ചത് കൊണ്ടാണ് ഇത് ഉണങ്ങിപ്പോകാതിരുന്നത്. അപ്പം ഇവിടെ വെള്ളം ഒഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, ഇവിടെ ഇല്ലാതെ പോയി. അതാ പറ്റിയ. ഈ പയറാണെങ്കിലോ നല്ല ഇനം പയറായിരുന്നു. എനിക്ക് കർഷകശ്രീ മാസികയിൽ നിന്ന് കിട്ടിയ പയറാണ്. കിരൺ എന്ന് പേരുള്ള ഒരു പയറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല വലിപ്പമുണ്ട്. ഒരു 20-24 മണിയോളം പയറുണ്ടാവും ഇതിനകത്ത്. പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് കഴിച്ച് തന്നെ അറിയണം, അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ചോടോടെ വെട്ടിക്കളയേണ്ടതായിരുന്നു. കാരണം കംപ്ലീറ്റ് ഈ പുഴുവിൻ്റെ മുട്ടകളായിരുന്നു. അപ്പോൾ ഇനി മറ്റുള്ളതിനും പിടിച്ചെങ്കിലോ എന്നോർത്ത് വെട്ടിക്കളയാൻ എന്നോട് പറഞ്ഞതാണ്. പക്ഷെ ഞാനത് ചെയ്തില്ല. ഞാൻ ഈ പറഞ്ഞ സാധനം ഞാനിത് നിറച്ചങ്ങ് സ്പ്രേ ചെയ്തു. പുഴുവിൻ്റെ മുട്ടയെല്ലാം കംപ്ലീറ്റ് പോയിട്ട് നല്ല പുതിയ മുകുളങ്ങൾ പൂക്കളോട് കൂടി തന്നെ മുട്ടോട് കൂടി തന്നെ വരുന്നു. അപ്പം ഞാൻ എന്താ തളിച്ചതെന്ന് അറിയണ്ടേ? അപ്പം ഇത് കണ്ടില്ലേ, ഞാൻ ആദ്യം തളിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നിറച്ച് പുഴുവും മുട്ടയെല്ലാമായിട്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഒരു 2 ml പുൽത്തൈലം ഒഴിച്ചു. നല്ല ഫ്രഷായിട്ടുള്ള പുൽത്തൈലം ഒഴിച്ച് അന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നീട്ടിയിട്ട് ഇത് ഞാൻ സ്പ്രേയറിലെടുത്തില്ല. കാരണം സ്പ്രേയറിൽ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല ഇത്. എന്നിട്ട് കംപ്ലീറ്റ് ഇതിലങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. നല്ല വെള്ളം നീട്ടി നമുക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ ആയതുകൊണ്ട് പ്രശ്നമില്ല. മുകളിൽ നിന്ന് കപ്പിനാണെങ്കിലും കോരി ഒഴിക്കാം. ചുമ്മാ കോരി ഒഴിച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ 2 ml വെറുതെ വെള്ളത്തിൽ, ഒരു 1/2 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ml ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് 4-5 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പുഴുവും വരില്ല, ഒന്നും വരില്ല. ഇതെൻ്റെ അനുഭവം. ഇത് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൽ യാതൊരു ദോഷവും ഇല്ലാത്തതാണല്ലോ പുൽത്തൈലം.
അപ്പോൾ അങ്ങനെ ചെയ്തതാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് ഇതടിക്കും തോറും പൂക്കളൊക്കെ നന്നായിട്ടെല്ലാം കായായിട്ട് വരികയും ചെയ്തു. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പുഴുക്കളെ കളയാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. ഇപ്പം ഇതെനിക്ക് സക്സസ് ആയി. അതുപോലെ ചീരയിലാണേലും നിറച്ച് പുഴുവൊക്കെ പിടിച്ചതായിരുന്നു. ഇതൊഴിച്ചതിന് ശേഷം പുഴുക്കളൊന്നും ചീരയും ആക്രമിക്കാൻ വന്നിട്ടില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മുടെ ചെറിയ ഐഡിയകളൊക്കെ നമ്മൾ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക.